സുഹൃത്തുക്കളെ, ഞാൻ പറുദീസയിലേക്ക് നടന്നു കയറുകയാണ്. പറുദീസ എവിടെയാണെന്നുള്ള സംശയമൊന്നും വേണ്ട. ആദ്യ മാതാപിതാക്കൾ ജീവിച്ച ഏതേൻ തോട്ടത്തെക്കുറിച്ചല്ല പറയുന്നത്. ഇങ്ങ് കുട്ടനാട്ടിൽ എടത്തുവായിലൊരു പറുദീസയുണ്ട്. ആ പറുദീസയ്ക്കുള്ളിലേക്കാണ് പ്രവേശിക്കുന്നത്. പറുദീസയുടെ സംരക്ഷകനായ ആൾ ഞങ്ങളെ പ്രതീക്ഷിച്ച് ഇവിടെ നിൽപ്പുണ്ട്. വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഇവിടെ എത്തുന്നത്. നമസ്കാരം. പേരും കാര്യമൊക്കെ ഇപ്പോൾ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് കയറിയേക്കാമെങ്കിലേ. പേരൊന്ന് പറഞ്ഞേക്കെ. പേര് ബാബു. ബാബു കൊഴുപ്പക്കളം. എന്തായിരുന്നു ജോലി? എന്നാ? ഞാൻ ഗവൺമെൻറ് സർവീസിലായിരുന്നു. ഞാൻ മെഡിക്കൽ കോളേജ് സർവീസിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മണ്ണിൽ പണിയൊക്കെ എടുക്കുന്ന ഒരു മനുഷ്യനായി. എനിക്ക് ബാബുച്ചാന് ഒത്തിരി കാലം മുമ്പേ അറിയാവുന്ന ആളാണ്. പക്ഷേ ബാബുച്ചാന് ഇത്തരത്തിലുള്ള ഒരു ദുശ്ശീലം ഉണ്ടെന്നുള്ള കാര്യം കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുമ്പാണ് അറിയുന്നത്. ബാബുച്ചാൻ്റെ പ്രധാനപ്പെട്ട ദുശ്ശീലം എന്നാ ബാബുച്ചാ? ഈ ദുശ്ശീലം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം മനസ്സിലായല്ലോ. ദുശ്ശീലം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ അല്പം വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. മറ്റൊന്നുമല്ല, ഇപ്പം ഈ മണ്ണിനെ സ്നേഹിക്കാത്ത ഒരാൾക്ക് മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റത്തില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ പ്രകൃതിയെ സ്നേഹിക്കാത്ത ഒരാൾക്ക് ഈശ്വരനെ സ്നേഹിക്കാൻ പറ്റത്തില്ല. ഇപ്പം നമ്മുടെ വളരെ ബഹുമാന്യനായ തറയിൽ പിതാവൊക്കെ എനിക്ക് തോന്നുന്നു പ്രകൃതിയെ ഒരുപാട് സ്നേഹിക്കുന്ന അല്ലെങ്കിൽ പ്രകീർത്തിക്കുന്ന ഒരു നമ്മുടെ ക്രിസ്തീയത എന്ന് പറയുന്നതിന്റെയൊക്കെ അടിത്തറ തന്നെ ബേസ് പോലും എല്ലാ ഈശ്വരന്റെ. ഈ ബാബുച്ചാൻ ഇത് പറയുമ്പോഴേ നമ്മളിങ്ങോട്ട് നടന്നു വന്ന സ്ഥലത്തിന്റെ സൈഡ് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. മനോഹരമായിട്ടുള്ള ചൈനയിലെ വൻമതിൽ പോലെ നിൽക്കുന്ന പനകളാണ്, റെഡ് പാമുകളാണ്. അത് നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് വന്നത് ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന ആളുകളിൽ എത്ര പേര് ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ളൊരു സാഹചര്യം കണ്ടിട്ടുണ്ടെന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. ബാബുച്ചാൻ്റെ ഇടയ്ക്ക് സംസാരത്തിനിടയ്ക്ക് ഞാൻ കയറി എന്നുള്ളതേ ഉള്ളൂ. ബാബുച്ചാൻ കാര്യം പറഞ്ഞു, പ്രകൃതിയെ സ്നേഹിക്കുക എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ കാര്യം. ഓക്കെ, അപ്പം ബാബുച്ചാൻ്റെ ദുശ്ശീലം എന്താണെന്ന് ഞാൻ ചോദിച്ചു വന്നപ്പോഴാണ് ഇത് പറഞ്ഞത്. ദുശ്ശീലം എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുക, ഒരു തൂമ്പ എടുക്കുക, 1 മണിക്കൂറെങ്കിലും മണ്ണിൽ പണിയുക. അത് ശരി, എൻ്റെ ദുശ്ശീലം. നമ്മളെ ഇപ്പം ശീലമില്ലാത്ത ഇപ്പോഴത്തെ മനുഷ്യർക്ക് ശീലമില്ലാത്ത ഒരു ശീലമാണ് എന്റെ ശീലം. അപ്പൊ അത് അഭിമാനത്തോടെ പറയുന്നതിനകത്ത് എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാര്യം വെച്ചാൽ ഇന്നിപ്പോ തൂമ്പ പണിയുന്നവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൃത്തികെട്ട ജീവി, അതൊന്നും ഇതിനകത്ത് കുഴപ്പമില്ല. അതിനെ ഒരു അലങ്കാരമായിട്ട് കാണുക. നമ്മൾ കയ്യിൽ തൂമ്പ എടുത്ത് അല്ലെങ്കിൽ മണ്ണിൽ പണിത് കഴിഞ്ഞാൽ എത്രമാത്രം സന്തോഷവും എത്രമാത്രം ആനന്ദവും ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഏറ്റവും നേർസാക്ഷ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ഞാനിവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ കണ്ടിരുമ്പോൾ സത്യത്തിൽ ഞാൻ അതിശയിച്ചെന്ന് വെച്ച് ഞാൻ അത്ഭുതപ്പെട്ടു. കുട്ടനാട്ടിൽ എപ്പോഴും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതുകൊണ്ട് ഇവിടെ ഒന്നും ഉണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞ് പരിതപിച്ച് നടക്കുന്ന ആളുകളുടെ മുമ്പിലേക്കാണ് എടത്തുവ കൊഴുപ്പക്കളത്തിലെ ബാബുച്ചാൻ ഇപ്പോൾ ചില കാര്യങ്ങൾ കാണിക്കാനായിട്ട് വരുന്നത്. ഞങ്ങളേതായാലും ബാബുച്ചാൻ്റെ ഈ ഏതേൻ തോട്ടത്തിലേക്ക് അകത്തേക്ക് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് കയറുക. ബാബുച്ചാൻ്റെ വീട് ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോകണം. ബാബുച്ചാൻ്റെ സ്ഥലത്തൂടെ തന്നെയാണ് വരുന്നത്. 2 വശവും മനോഹരമായ രീതിയിൽ പുല്ലുകളും ചെടികളുമൊക്കെ വെച്ച് നല്ല അടിപൊളിയായി അലങ്കരിച്ച ഒരു വീതിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ദൂരെ നിൽക്കുമ്പോൾ വീട് കാണാം. ബാബുച്ചാൻ ഇതിനിടയിലൊരു കാര്യം ചോദിച്ചോട്ടെ, ബാബുച്ചാൻ്റെ വീട്ടിൽ ബാബുച്ചാൻ്റെ കുടുംബാംഗങ്ങളൊന്നും അതുകൊണ്ടൊന്ന് പറഞ്ഞേക്കെ. കുടുംബാംഗങ്ങൾ, എൻ്റെ ഭാര്യ അടുത്ത സ്കൂളിലെ ടീച്ചറായിരുന്നു, റിട്ടയർ ചെയ്തു. എനിക്ക് 2 ആൺമക്കളാണ്. മൂത്ത മോൻ ഫിനാൻഷ്യൽ അനലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു എഡിൽവൈസിൻ്റെ. അവൻ്റെ ഭാര്യ ഒരു അമേരിക്കൻ കമ്പനി വയാസാറ്റിൽ എഞ്ചിനീയറാണ്. 2 പേർക്കും വീട്ടിലിരുന്ന് ജോലി ചെയ്യാം, വർക്ക് ഫ്രം ഹോം ആണ്. മിക്കവാറും അവർ വീട്ടിലുണ്ടാകും, ചിലപ്പം ഓഫീസിൽ മദ്രാസിൽ പോകും. പിന്നെ ഇളയ മോൻ റേഡിയോളജിസ്റ്റാണ്, അവൻ്റെ ഭാര്യ ഡെർമറ്റോളജിസ്റ്റാണ്. 2 പേരും ചെങ്ങന്നൂര് കല്ലിശ്ശേരി KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്നു. നമ്മളിങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്കല്ല ഇതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, സാധാരണ എനിക്കൊന്ന് കുട്ടനാടിൻ്റെ ഒരു സാഹചര്യത്തിൽ ഒട്ടുമേ കാണാത്ത ചില കാഴ്ചകളൊക്കെ കാണുന്നത്. ഇങ്ങോട്ട് കയറുമ്പം തന്നെ നമ്മൾ വല്ലാത്ത രീതിയിൽ ആകർഷിക്കുന്ന തരത്തിലുള്ള ഇങ്ങനൊരു ചിന്ത വന്നു. ഒരു ഗുണം കിട്ടിയത് ദൈവം തന്ന ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് 2 പേർക്കും ഇതിനകത്ത് താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും മോനാണ് ഇവിടെ എല്ലാ മാവുകളും മൾട്ടിഗ്രാഫ്റ്റ് ആണല്ലോ. മാവിൻ്റെ എല്ലാം ആവശ്യമായ സയോണുകൾ അവനെവിടെങ്കിലുമൊക്കെ പോകുമ്പോൾ സംഘടിപ്പിച്ചു തരുന്നു. സയോണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകുളം അതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇവിടെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുന്നത്. ശരി, ഓക്കെ. നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. നമ്മുടെ തോട്ടം നമുക്ക് കാണണം. ഇവിടെ എന്തൊക്കെയാ ഫലവൃക്ഷങ്ങൾ ഉള്ളത്? ആക്ച്വലി ഫലവൃക്ഷങ്ങളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫ്രൂട്ട് പ്ലാന്റ്സ്, ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റ്സ് നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്.
ഇപ്പോൾ അത് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും മാവാണ്. മാവ് ഇവിടുത്തെ ഒട്ടുമിക്കവാറും മാവുകളും മൾട്ടിഗ്രാഫ്റ്റ് ആണ്. എല്ലാ മാവുകളും ഒരു 5-6 മാവ്. ഇപ്പം തന്നെ അത് ജയൻ കണ്ടായിരിക്കുമല്ലോ, മാവിലെല്ലാം പലതരം മാങ്ങകൾ പിടിച്ചു കിടക്കുന്നു. അപ്പം പിന്നെന്താണ്, പിന്നെ മറ്റ് ഫ്രൂട്ട് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു 5-6 വെറൈറ്റി ചാമ്പ. ഇത് കാണാമല്ലോ, ചാമ്പ. ഇതെല്ലാം വെറൈറ്റി ചാമ്പകളാണ്. ശരി, ഓക്കെ ഓക്കെ. ഇതുപോലുള്ള വെറൈറ്റി ഒരു 5-6 വെറൈറ്റി ചാമ്പയുണ്ട്. ഇത് അപ്പുറത്ത് ദാൽഹരി എന്ന് പറഞ്ഞ ആപ്പിൾ ചാമ്പയുണ്ട്. പിന്നെ അത് പനിനീർ ചാമ്പയാണ്. അങ്ങനെ ചാമ്പ ഒരുപാട് ചാമ്പകൾ തന്നെ ഒത്തിരി എല്ലാം അതുപോലെയാണ്. പേര എന്ന് പറയുന്നത് എനിക്ക് ഒരു 5-6 വെറൈറ്റി പേരയുണ്ട്. ആ നിൽക്കുന്നത് സ്ട്രോബെറി പേരയാണ്. സ്ട്രോബെറി പേരയുടെ പല വെറൈറ്റികളാണ്. പിന്നെ അതും വേറൊരു വെറൈറ്റി ചാമ്പയാണ്. ഞാൻ ബാബുച്ചാൻ്റെ ഈ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് മാവ് മാത്രമുള്ളെന്നുള്ള ചിന്തയായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കാണ് ഞാൻ വല്ലാതെ നാടൻ ഭാഷ പറഞ്ഞ കിളി പോയി. കാരണം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മാവ് മാത്രമല്ല, നമുക്ക് ഭക്ഷിക്കാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള ഫലവൃക്ഷങ്ങൾ ഇവിടെ ഉണ്ട്. ചെറിയാണെങ്കിൽ അത് സാധാ ഓർഡിനറി ചെറിയാണ്. പക്ഷേ അത് നമുക്ക് പറിച്ച് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ പ്രോസസ്സ് ചെയ്യണം. അവിടെ നമുക്ക് പറിച്ച് കഴിക്കാൻ പറ്റിയ ചെറികള് വേറെ ഉണ്ട്. അസ്ലോറ ചെറിയുണ്ട്. അല്ലാതെ തന്നെ പേര് മറന്നുപോയി, പലതരം വെറൈറ്റി ചെറികളുണ്ട്. ശരി, ഓക്കെ. ഞാൻ കണ്ടല്ലോ. നമ്മുടെ ഈ മാന്തോട്ടത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ മാവിൻ്റെ നമ്മൾ മാവൻ തോട്ടത്തിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്ക് നമ്മളിവിടെ നടന്നു പോകുന്ന വഴി മുഴുവൻ മാവുകളാണ്. ഈ മാവേൽ ഇത് ഓരോ ഇനം മാവാണോ ഇത്? അല്ലല്ല, ഇതെല്ലാം മൾട്ടിഗ്രാഫ്റ്റാണ്. ഈ ഒരു മാവേൽ തന്നെ പല മാവുകൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ മാതൃവൃക്ഷമാണ് മാങ്ങ പിടിച്ചിരിക്കുന്നത്. കാര്യം വെച്ചാൽ ഇതിപ്പോൾ മാതൃവൃക്ഷത്തെ മറ്റേതെല്ലാം ഗ്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ ഒരു 4-5 വർഷമൊക്കെ ആയിട്ടുള്ളൂ. നമ്മൾ ഈ മേഖലയിലേക്ക് സജീവമായിട്ട് അത്രയേ ഉള്ളൂ മാവൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴാണ് മാങ്ങ പിടിക്കുന്നുണ്ട്. മാങ്ങ പിടിക്കുന്ന സമയം ഇപ്പം അല്ല, ഇപ്പം കാലം ഗ്രാഫ്റ്റ് ചെയ്ത മാവുകൾ മാങ്ങ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മാവുകളും പലതരം മാങ്ങ പിടിച്ചത് അപ്പുറത്തുണ്ടല്ലോ. ശരി, ഓക്കെ 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 ഓക്കെ. നമ്മളിവിടെ ഒരു ഏകദേശം പറഞ്ഞാൽ കൃത്യമായിട്ടൊന്നും ഓർക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. എത്ര ഇനം മാവുകളുണ്ട് സംഭവിച്ചേ? നമ്മളിവിടെ ഒരു മിനിമം ഒരു 150 വെറൈറ്റി മാവെങ്കിലും ഉണ്ട്. 150 വെറൈറ്റിയോ? നമ്മളത് അതിൽ തന്നെ നമ്മൾ ലേബൽ ചെയ്തിരിക്കുന്നതായിട്ട് ഒരു 10-100 വെറൈറ്റിയോളം നമ്മളിപ്പം ലേബൽ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതിൽ ലേബൽ ചെയ്തിട്ടുണ്ട്. ബാക്കി ലേബൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ശരി. നമ്മൾ ഈ ലേബൽ ചെയ്യാൻ കാരണം അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ അടുത്ത നാളിലെ തിരുവല്ലയിലെ ഒരു സ്കൂളിൽ നിന്ന് കുറച്ചൊരു നേച്ചർ ക്ലബ്ബിൽ നിന്ന് കുറച്ച് പിള്ളേർ വന്നു. അപ്പോൾ എൻ്റെ മോനും ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് പലതിൻ്റെ പേര് പറയാൻ പെട്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റിയ പേര് മറന്നു പോകുന്നു. അപ്പോൾ പിള്ളേരും കൂടെ വന്ന സാറും പറഞ്ഞു ഇത് തീർച്ചയായിട്ടും ലേബൽ ചെയ്യണം, അത് വളരെ അത്യാവശ്യ കാര്യം. അപ്പം ഞാനിപ്പോൾ ലേബൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരി, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ ഒരു മാവിൻ്റെ ഒരു ബേസിക് മാതൃവൃക്ഷത്തിൽ നമ്മൾ എത്ര മാവിൻ്റെ ഇനം വരെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാറുണ്ട്? ഗ്രാഫ്റ്റ് ചെയ്യാന്ന് പറയാൻ നമ്മളിപ്പോൾ ഇവിടെ ഒരു 6-7-8 മാവൊക്കെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ നമ്മൾ പ്രായോഗികമായിട്ട് ഈ 8 മാവൊക്കെ മാങ്ങ പിടിക്കണമെന്നില്ല. അതതിൻ്റെ ഒരു സത്യാവസ്ഥ. നമുക്കൊരു 3-4 വെറൈറ്റി മാങ്ങയൊക്കെ നല്ല രീതിയിൽ പിടിപ്പിക്കാൻ പറ്റും. ഇപ്പം നമുക്ക് അങ്ങനെ പിടിച്ചിട്ടുണ്ട് പലതും. നമ്മളെ ബാബുച്ചാൻ്റെ ഈ ഏതൻ തോട്ടത്തിൽ നമ്മൾ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിശയിക്കണം. യഥാർത്ഥത്തിൽ ഞാനും വലിയ തോതിൽ ഒരു അത്ഭുതത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇത്രയും മാവിനങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു അതിശയം തോന്നുക. കുട്ടനാട്ടിൽ ജീവിക്കുന്ന എന്നെപ്പോലൊരുത്തന് അങ്ങേയറ്റം വന്നാൽ ഒരു 10 മാവ് വരെയൊക്കെ പിടിച്ച് നിൽക്കും. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് കാണാൻ പറ്റുന്നത് ഓരോ മാതൃവൃക്ഷത്തിലും 4-5 ഇനങ്ങൾ വെച്ച് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഇത് ഞെട്ടുകുഴി എന്ന് പറഞ്ഞ ഒരു നാടൻ മാവാണ്. ഇതൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത ഒരു കമ്പയിലാണ് ഈ മാങ്ങ പിടിച്ചിരിക്കുന്നത്. അപ്പുറത്തെ കമ്പ് ജഹാംഗീർ എന്ന് പറഞ്ഞ മാവ, അതിലും ഒറ്റ മാങ്ങ പിടിച്ചിട്ടുണ്ട്. ഇത് രാജ് മാനൂർ എന്ന് പറഞ്ഞൊരു മാവാ. ഇതൊക്കെ ഇപ്പം ഈ വർഷം ആദ്യമായിട്ട് കാ പിടിച്ചിരിക്കുന്ന. നമ്മുടെ ഈ മാവുകളിലൊക്കെ അത് കൃത്യമായിട്ട് ഏതൊക്കെ ഇനമാണെന്ന് അറിയാനായിട്ടുള്ള ടാഗിങ് ഇപ്പം നടത്തുന്നുണ്ട്. ടാഗിങ് നടത്തുന്നുണ്ട്. അതിപ്പം മോനാണ് ഒന്നുകൂടെ ഇതിനെക്കുറിച്ച് എല്ലാം കറക്റ്റായിട്ട് അറിയാം. അപ്പം മോൻ നമുക്ക് മോനെ കൂടെ നമുക്കൊന്ന് കാണണമല്ലോ. ജോലിയിലാന്ന് തോന്നുന്നു. ഫ്രം ഹോമാണ്, ജോലിയിലാന്ന് തോന്നുന്നു. നമുക്ക് മോനെ ബാബുച്ചാ, എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം തോന്നുന്ന കാര്യം നടക്കാം, കുഴപ്പമില്ല. നമുക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യം, സാധാരണഗതിയിൽ ഇതിന് താല്പര്യമുള്ള ഒരാളുണ്ടെങ്കിൽ
ആ ആളിൻ്റെ താല്പര്യം കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇതൊക്കെ നിന്ന് പോവുക പതിവ്. പക്ഷേ ബാബുച്ചായൻ്റെ താല്പര്യം കൃത്യമായ രീതിയിൽ മോനിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ളതാണ് ബാബുച്ചാൻ പറയുമ്പോൾ എനിക്ക് മനസ്സിലായി. തീർച്ചയായിട്ടും ഉണ്ട്. അവന് എല്ലാ കാര്യങ്ങളും സഹായിക്കാറുണ്ട്. ഇപ്പം ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് തന്നെയാണേലും ഞാൻ എൻ്റെ അത്ര പോരാ, കൈയൊക്കെ ചിലപ്പം അത്ര ഷാർപ്പായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോഴും. അപ്പം മോനാണ് ഗ്രാഫ്റ്റ് ചെയ്താൽ കുറച്ചുകൂടെ നല്ല സക്സസ് റേറ്റ് ഉണ്ട്. ഞാൻ ചെയ്താൽ അത്ര പോരാ. ഓ ശരി. അതുപോലെ തന്നെ ഇതാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ കാര്യമായിട്ട് കേൾക്കുന്ന നാംഡോക് മായി എന്ന് പറഞ്ഞ ഒരു മാവ. ഇത് ഏത് രാജ്യത്തുള്ള മാവ? ഇത് തായ്ലൻഡ് മാവാണ് നാംഡോക് മായി. ഇത് കണ്ട ഇതിന്റെ ഷേപ്പ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഭംഗിയുള്ള മാവാണ്. അത് ഒരു പ്രത്യേക രീതിയല്ലേ. അതുപോലെ തന്നെ ഇത് വളരെ സ്വീറ്റ് ആയിട്ടൊരു മാവാണ് നാംഡോക് മായി. ഇപ്പൊ ഇതിപ്പം എത്ര കാലമായിട്ടുണ്ട് ഇതിന്? ആണ് തായ്ലൻഡിലെ. അതെന്താ? ശരി. ഇത് ഏകദേശം എത്ര വർഷം പഴക്കം കാണും ഇതിന്? ഇത് ഒരു 5 വർഷം പഴക്കമുണ്ട്. 5 വർഷത്തെ. ഇതിപ്പം ഇതായാലും ഞങ്ങൾ വേറൊരു മാവും ഗ്രാഫ്റ്റ് ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ ഇത് വളരെ അന്ന് മുതലേ ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് പേരുള്ള മാവാന്നും പറഞ്ഞ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അതേലെ ഒന്നും മറ്റു കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഒട്ടിച്ചിട്ടില്ല, ചെയ്തില്ല. അത്രേ ഉള്ളൂ. ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, നമ്മുടെ കുട്ടനാട് പോലുള്ളൊരു സ്ഥലത്ത് സാധാരണ കാണുന്ന ഇനങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതിന് ഭയങ്കരമായ രീതിയിലുള്ള പുഴുശല്യവും മറ്റു കാര്യങ്ങളുമുണ്ട്. ഇവിടെ ഇത്ര ഇനം മാവുകളുണ്ട്. അപ്പോൾ ഈ പുഴുവിൻ്റെ ശല്യത്തിൽ നിന്ന് അതിനെ അതിജീവിക്കാനായിട്ട് എന്ത് കാര്യമാണ് ചെയ്യുന്നത്? നമ്മൾ പുഴുവിനെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്യാവുന്ന ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ ഫെറമോൺ കെണിയാണ്. ഇതാണ് ഫെറമോൺ കെണി. ഇതാണ് അതിൻ്റെ ഫെറമോൺ. ഇതിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടില്ല, ഇത് കണ്ടാൽ അറിയാം. അതിനകത്തുണ്ടല്ലോ ആവശ്യത്തിന്. ഇതാണ് മാങ്ങ കുത്തിക്കളയുന്ന ഈച്ച. ഈ സാധനമാണോ നമ്മുടെ മാങ്ങ പുഴുവാകുക എന്ന് പറയുന്നത്? ഇത് മുട്ടയിട്ട് മാവിൽ വെച്ച് മാങ്ങായി വെച്ചേക്കാം. ഇത് കുത്തി മുട്ടയിട്ട് വെക്കും. ഓ അത് ശരി. അപ്പൊ ഈ ഫെറമോൺ കണിക്കകത്ത് പോയി കഴിഞ്ഞാൽ ഇവൻ ചത്തുപോയി. അപ്പൊ അവന്റെ ശല്യം പിന്നില്ല. അവന്റെ ശല്യമില്ല. ഇതിപ്പോ ഇത് ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഫെറമോൺ കെണിയുടെ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫെറമോൺ എന്ന് പറയുന്നത് അത് വിഷമാണോ? വിഷമല്ല. അത് അതിന്റെ ഈ ഹോർമോണാണോ? ഹോർമോണാണ് ഫെറമോൺ. അപ്പോൾ അതതിൻ്റെ പെണ്ണീച്ചകളെ എല്ലാം അത് അട്രാക്ട് ചെയ്യും. ഓ അത് ശരി. അട്രാക്ട് ചെയ്ത് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ അത് ചത്തുപോകും. അപ്പോൾ ട്രാപ്പാ, അതിനകത്ത് വീണ് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. അങ്ങനെ. ഓ അത് ശരി. ഓക്കെ. നമ്മളെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കൊക്കെ നമുക്ക് എവിടെ നോക്കുമ്പോഴും മാവ്, മറ്റു തരത്തിലുള്ള ഫലവൃക്ഷങ്ങൾ എല്ലാം നിറഞ്ഞിരിക്കുന്ന ഏതേൻ തോട്ടം. ഇതൊക്കെ ലോങ്കന് അതുപോലുള്ള ഫ്രൂട്ട് പ്ലാന്റ്സുകൾ തന്നെയാണ്. ലിച്ചി, ഹൈബ്രിഡ് ടൈപ്പ് ലിച്ചി ഉണ്ട്, ലോങ്കൻ ഉണ്ട്. ലോങ്കൻ പല വെറൈറ്റി ഉണ്ട്. അതുപോലെ ജബോട്ടിക്കബയുടെ ഒരു 3-4 വെറൈറ്റി ഉണ്ട്. ഒരു സെക്കൻഡ്, നമ്മളെ ഇവിടേക്ക് വരുന്ന ആളുകൾക്ക് വെറുതെ വന്നാൽ മാത്രം പറയും, ഇവിടെ വന്നിട്ട് നല്ല ആഘോഷമായിട്ട് ഇരിക്കാം. കണ്ടോ, കുട്ടനാട്ടിലെ പുഞ്ചപ്പാടത്തേക്ക് നോക്കിക്കൊണ്ട് നല്ല മനോഹരമായ രീതിയിൽ ഇരുന്ന് ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന തരത്തിൽ സുന്ദരമായിട്ട്. ഇതൊരു ടൂറിസ്റ്റ് ഹോമൊന്നുമല്ല, പക്ഷേ ഈ കാഴ്ച കണ്ടാൽ ഏത് ടൂറിസ്റ്റ് പ്രദേശത്ത് ചെല്ലുന്നതിനേക്കാൾ സുന്ദരമായ കാഴ്ചയാണ്. ഇത് കുട്ടനാട്ടിലാണെന്ന് ഓർക്കണം. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് സമുദ്രനിരപ്പിൽ താഴെയുള്ള സ്ഥലമാണ്, എപ്പോഴും വെള്ളത്തിൻ്റെ ശല്യമുള്ള സ്ഥലമാണ്. പക്ഷേ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന പർദീസ അവർ ദീർഘകാലത്തെ അധ്വാനത്തിൻ്റെ ഒരു ഭാഗം അല്ലേ? തീർച്ചയായും ഇതെല്ലാം ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം. നമ്മുടെ കഴിവൊന്നും പറയുന്നില്ല. എങ്കിൽ പോലും നിങ്ങളുടെ അധ്വാനം ഭയങ്കരമായിട്ട് ഇതിനകത്തുണ്ട്. അധ്വാനമുണ്ട്, തീർച്ചയായും അധ്വാനമുണ്ട്. അധ്വാനിക്കാതെ നമുക്കൊന്നും നേടാൻ പറ്റത്തില്ല. ഈ രീതിയിൽ തന്നെ ഇതിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു അത്യധ്വാനത്തിന്റെ ഭാഗമാണ്. അതെ. പക്ഷെ എല്ലാവർക്കും ഇതൊന്നും അത്ര ഒരു താല്പര്യമുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഞാൻ മറ്റൊന്നുമല്ല പറഞ്ഞത്, ചിലരൊക്കെ വരുമ്പോൾ അവർ പറയാറുണ്ട് ഇത് ചുമ്മാ ഒരു വേസ്റ്റ് ആണെന്നുള്ള രീതിയിൽ. എപ്പോഴും എന്താ നമ്മളെ കുറച്ച് മെറ്റീരിയലിസ്റ്റിക് ആയിരിക്കണം. അതായത് ഇതുകൊണ്ട് നമുക്ക് സാമ്പത്തികം ഒന്നും ഉണ്ടാകുന്ന മോണിറ്ററി ബെനിഫിറ്റ് ഇല്ല എന്നുള്ളത് അങ്ങനെ പറയുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ വ്യത്യസ്തമാണ്. നമുക്ക് മോണിറ്ററി ബെനിഫിറ്റ് മാത്രം ഒരു കാര്യം നമ്മൾ ഓർക്കണം, എല്ലായിടത്തു നിന്നും നമുക്ക് പണം മാത്രം കിട്ടിയാൽ മനസ്സിന് സംതൃപ്തി ഉണ്ടാകണമെന്നില്ല. സംതൃപ്തിക്ക് വേണ്ടിയുള്ള പണി ചെയ്ത് അതിൽ നിന്ന് ലഭിക്കുന്ന സംതൃപ്തിയാണ് ഏത് വലിയ പണത്തെക്കാളും വലുതെന്നുള്ളതാണ് അല്ലേ? അതല്ലേ അനുഭവം? അതുകൊണ്ട് മറ്റുള്ളവന്റെ വാക്കുകൾ ഇതിന് അത്രയും പ്രാധാന്യം കൊടുത്താൽ നമ്മുടെ ദിവസമായി നമുക്ക് 2 പേർക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ശിഷ്ടകാലം ഇതുപോലെ ജീവിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്തോഷം നമുക്ക്. പിന്നെ ഒരു സന്തോഷം, പിന്നെ നമുക്ക് ഈ പ്രകൃതിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നന്മ. അത് മാത്രമല്ല, ഇങ്ങനെയൊരു കാഴ്ച ആലപ്പുഴ ജില്ലയിൽ ഒരു വീട്ടിലും കാണത്തില്ല. കേരളത്തിൽ ഏതെങ്കിലും വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഒരു പക്ഷേ ഒരു വീട്ടിലും കാണത്തില്ല എന്ന് പറയേണ്ടി വരുമെന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത.
ഇത്രയും മാവുകളെ സംരക്ഷിക്കുന്ന വീടുകൾ എവിടെയെങ്കിലും ഉള്ളതായിട്ട് ബാബുച്ചാൻ്റെ അറിവിൽ കേട്ടിട്ടുണ്ടോ? ഇത്രയും മേനം മാവുകൾ അടുത്ത് അങ്ങ് ഇല്ലെന്നുള്ളതാണ് എൻ്റെ അറിവ്. നമ്മളൊരു അത്ഭുത മനുഷ്യൻ്റെ ഏതേൻ തോട്ടത്തിലിരിക്കുന്നത്. അപ്പോൾ പുറത്തോട്ട് നമുക്ക് പോയി ബാക്കിയുള്ള ചില കാഴ്ചകളുണ്ട്, അത് നമ്മൾ കാണാം. മനോഹരമായിട്ടുള്ള കുട്ടനാട്ടിലെ പുഞ്ചപ്പാടത്തിൻ്റെ അരികിലാണ് സുന്ദരമായിട്ടുള്ള ഇപ്പോഴേ നമ്മൾ കാര്യങ്ങൾ നമ്മളും പഠിച്ചു വരികയാണല്ലോ. ഇപ്പോഴാണ് നമ്മൾ ഇച്ചിരി വ്യത്യസ്തമായിട്ടേ. അപ്പം മറ്റേത് നമ്മൾ ഏത് മാവ് എവിടെ കിട്ടിയാലും എങ്ങനെ കിട്ടിയാലും എല്ലാം ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു. ഇപ്പോൾ അതൊന്നുകൂടെ ഒന്ന് കുറച്ച് സെലക്ട് ചെയ്തു. അതായത് മറ്റൊന്നുമല്ല, ഇപ്പം സാധാരണ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മാവിന്റെ പേരൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. പക്ഷെ മാങ്ങ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. ഒരു മാവിൽ തന്നെ പല വെറൈറ്റി, പല ഷേപ്പിലും ഒക്കെ ഉള്ള മാങ്ങകൾ പിടിച്ചു കിടക്കുന്ന കാണുകയാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഒരു സന്തോഷമായിരിക്കും, കണ്ണിനൊരു ആനന്ദമായിരിക്കും. നമ്മളിപ്പോൾ ആ രീതിയിലാണ് കാണുന്നത്. ഇത് അതിന്റെ മദർ പ്ലാന്റ് ആണ്. ഇത് നമ്മൾ കുളമ്പെന്ന് പറഞ്ഞ മാവ, മദർ പ്ലാന്റ് കുളമ്പ. ചെറിയ മാങ്ങായ. അപ്പൊ ഇതിലാണ് ഇത് 2 കമ്പ് ഞങ്ങൾ മുറിച്ചിട്ട് ഇതിലേക്ക് ഒരിടത്ത് ഞങ്ങളിത് ചാങ് ഡാങ് എന്ന് പറഞ്ഞ മാങ്ങ. ഇത് നല്ല ബനാന പോണക്കിരിക്കും, നല്ല നീളത്തിൽ കിടക്കുന്ന മാങ്ങായ. അതാണ് ഈ 4 കമ്പും ബനാന മാങ്ങയാണ്. ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം അതിന് മുന്നോടിയായിട്ട് ആ മാതൃവൃക്ഷത്തിന്റെ ശകരം മുറിച്ചതിന് ശേഷമാണ് അതിൽ വരുന്ന കമ്പിലേക്കാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ വേണേൽ നമുക്ക് വേറെ രീതിയുണ്ട്. ട്രങ്ക് ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞ വേറെ രീതിയുണ്ട്. നമ്മൾ ഇവിടെ തുളച്ചിട്ട് ഇത് സയോൺ ഇറക്കി ചെയ്യാവുന്നതുണ്ട്. പക്ഷെ നമ്മൾക്കിപ്പം കൂടുതൽ എഫക്റ്റീവ് നമുക്കിത് നല്ല രീതിയിൽ ഗുണകരമായിട്ട് കാണുന്നത് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ബനാന മാംഗോയാണ്. ഇതെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ്രൂസ് എന്ന് പറഞ്ഞാൽ നല്ല ഉരുണ്ട മാങ്ങയാണ്. ഷേപ്പുകൾ പോലും നല്ല 1 കിലോയോളം തൂക്കം വരുന്ന ഒരു മാവാണ് ബ്ലാക്ക് ആൻഡ്രൂസ്. അത് കേരള സർക്കാരിന്റെ എന്തോ കേരള യൂണിവേഴ്സിറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സംവിധാനം. അപ്പൊ അതുകൊണ്ട് ഞങ്ങളിപ്പോ വ്യത്യസ്തമായ മനസ്സിലായി ഷേപ്പുള്ള മാങ്ങകൾ ഒരു മാവിൽ തന്നെ ഉണ്ടാക്കുക. അപ്പൊ ആളുകൾക്ക് കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്ത ഒരു സുഖം തോന്നും. ശരി, ഓക്കെ. നമ്മൾ ഈ കുറെ കാലങ്ങൾ ഈ മേഖലയിലായിരിക്കുന്നത് കൊണ്ട് അവർക്ക് കൃത്യമായിട്ട് അത്തരം ചില നിഗമനങ്ങളിലേക്ക് എത്തിയിട്ട് ആ രീതിയിൽ നീങ്ങാൻ പറ്റും. ഇതൊക്കെ മറ്റേ സൂപ്പർ ക്യൂൻ എന്ന് പറഞ്ഞ മാവാണ്. ഇതൊരു വളരെ വലിപ്പമുള്ള മാങ്ങയാണ് സൂപ്പർ ക്യൂൻ. ശരി. ഇന്ത്യൻ മാങ്ങയല്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നുണ്ട്. സർക്കാരിന്റെ ഹൈബ്രിഡ് 66 എന്ന് പറയുന്ന ഗവൺമെന്റ് ഫാമുകാർ ഇറക്കുന്ന മാവാണ്. ശരി. അത് മനോരഞ്ജിതം. പിന്നെ അപ്പുറത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ മാങ്ങ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഏകദേശം എത്ര ഇനം മാവുകൾ ഇവിടെ ഉണ്ടാവും? നമുക്കത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഒരു 150 വെറൈറ്റി എന്തായാലും ഉണ്ട്. ഇപ്പം എനിക്ക് കണ്ടിട്ട് ഞാനിപ്പോൾ രണ്ടാമത് ചോദിക്കുന്നത് ഈ ചോദ്യം ചോദിക്കാനൊരു കാര്യമുണ്ട്. ഈ 150 ഇനമെന്ന് പറഞ്ഞെങ്കിൽ ഇപ്പം കാണുമ്പോൾ തന്നെ ഒത്തിരി ഇനങ്ങളുള്ളതായിട്ട് പിന്നെയും തോന്നുക ഉണ്ട്. നമ്മളിപ്പോൾ ഒരു മാവേ തന്നെ ഒരുപാട് വെറൈറ്റി മാവുകൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മളായിട്ടില്ല. ഇപ്പൊ ഒരു 100 എണ്ണം നമ്മൾ ഇപ്പം തന്നെ ലേബൽ ചെയ്തിട്ടുണ്ട്, ടാഗ് ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ള ടാഗ് ഇട്ടുന്നുണ്ട്. ഇത് അതുപോലെ തന്നെ ഇത് പറയാനായിട്ടേ നമുക്ക് ഇവിടെ കുട്ടനാട്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പ്രത്യേകമായിട്ട് പറയാൻ പറ്റുന്ന കാര്യം, കുട്ടനാട്ടിനെ സംബന്ധിച്ച് കുട്ടനാട്ടിന് കൃഷി ചെയ്യാവുന്ന നല്ല ഇനം മാവുകൾ നമുക്കിപ്പം പലതും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും നല്ലൊരു മാവാണ് ബ്ലാക്ക് പ്രിയൂർ എന്ന് പറഞ്ഞ മാവ്. അവിടെ മാങ്ങ പിടിച്ചിട്ടുണ്ട്. ബ്ലാക്ക് പ്രിയൂർ അത് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെയൊക്കെ ഗുണമെന്ന് പറഞ്ഞാൽ അതൊന്നും പുഴു പിടിക്കത്തില്ല. നമ്മളെ പ്രിയൂർ മാവെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ പേരക്ക മാങ്ങ എന്ന് നമ്മുടെ നാട്ടിൽ പറയുന്നതാണോ? അതെ. പ്രിയൂർ അതിന്റെ വേരിയന്റുകളാണ്. ഈ ബ്ലാക്ക് പ്രിയൂർ എന്ന് പറയുന്ന വേറൊരു വേരിയന്റ്. അപ്പൊ ഇതിന്റെ മറ്റേ മറ്റേ പ്രിയൂർ മാവ് നമുക്ക് ഒത്തിരി പുഴുശല്യം ഉണ്ടാവും. ഇതാകുമ്പോഴത്തേക്കും പുഴുശല്യം ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ പ്രിയൂറിനേക്കാളൊക്കെ നല്ല സ്വീറ്റാണ്, നല്ല ഫ്ലേവറാണ് ആ മാങ്ങ. കാണാനും ഭംഗിയുള്ള അവിടെ അപ്പുറത്ത് കാണാം. ശരി. നമ്മൾ പെരിയ രസമൊക്കെ നല്ല മാവാണ് ഇതൊക്കെ. ശരി, ഓക്കെ. ആ പെരിയ രസമെന്ന് അതിൻ്റെ പേര് തന്നെ തമിഴ് പേരാ അല്ലേ? അത് കാണുമ്പോൾ തന്നെ രസമാണ്. നമ്മളൊരു വീട്ടിലുള്ള മനുഷ്യരുടെ മനസ്സ് ഈ രീതിയിലൊക്കെ ഉണർന്നാൽ നമ്മൾ കാണുന്ന കാഴ്ച അതിശയങ്ങളായിരിക്കും. ഇതന്നെ വെച്ചാൽ അത് ശരി. ശരി. ഇതെല്ലാം കിളി നിന്നുണ്ട്. ഒരെണ്ണം പോലും നമുക്ക് തരത്തില്ല. കിളിയാണ് മുഴുവൻ തിന്നു. കിളി നിന്നുണ്ട് മുഴുവൻ കിളി തിന്നുക. നമ്മളെ പ്രകൃതി എന്ന് പറയുമ്പം അവരും ഇതിന്റെയൊക്കെ ഭാഗം. പിന്നെ അല്ലെങ്കിൽ അവരില്ലെങ്കിൽ നമുക്ക് ഈ പ്രകൃതി ആ രീതിയിൽ പോകത്തില്ല. തീർച്ചയായിട്ടും അവർക്കും ഇവിടെ ഇതെല്ലാം. ഇതന്നെ ഒരു പഴയ ഒരു മാവ് കാണുന്ന
ഈ മാവ് നമുക്ക് വളരെ ഇതുണ്ടല്ലോ, ഇതൊരു മാവ് വളരെ കുഴപ്പമില്ല. 100 വർഷം പഴക്കമുള്ള ഒരു മാവാണ് ഇതോ? ഇത് എൻ്റെ അപ്പനുള്ള കാലത്ത് വെച്ചതാണെന്ന് തോന്നുന്നു, അതോ അതിന് മുൻപുണ്ടായിരുന്നതാണോന്നും അറിയത്തില്ല. ഏതായാലും നല്ല പഴക്കമാണ്. ഓർമ്മയുള്ളപ്പം മുതലേ ഈ മാവ് ഇവിടെ ഉണ്ട്. അല്ല, ഞാൻ സാധാരണ മാവ് നേരെ മുകളിലോട്ടാണ് പോകേണ്ടത്. ഇതന്നെ ഇങ്ങനെ കിടക്കുന്നത്. അപ്പനിങ്ങനെ വളച്ച് തിരിച്ചു വെക്കുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു, കമ്പം കുരുവൊക്കെ. അപ്പോൾ ഇത് പറയുമ്പോഴത്തേക്ക് എനിക്കറിയാതെ തോന്നുന്ന ഒരു കാര്യം, എൻ്റെ അപ്പനൊരു അധ്യാപകനായിരുന്നു. പുള്ളിക്കും കൃഷിയൊക്കെ നല്ല താല്പര്യം. അപ്പോൾ ഈ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നുന്നു അപ്പനും ഉണ്ടായിരുന്നിരിക്കും അല്ലേ? അതിൻ്റെയൊക്കെ ബാക്കി പത്രമാ അല്ലേ ഇത് കേട്ടത്? തീർച്ചയായും. അപ്പോൾ ഇതെങ്ങനെയാണെങ്കിലും ഒരു 100 വർഷം നമ്മൾ പഴക്കമുള്ള മാവാണ്. കണ്ടില്ല, ഇത് ഒറ്റ മാവാണ്. ഇതിന്റെ ചൂട് കണ്ടാൽ അറിയാമല്ലോ, വളരെ വ്യത്യസ്തമായിട്ട്. ഇവത്തിൽ എന്തെങ്കിലും ഗ്രാഫിക് നടത്തിയിട്ടുണ്ടോ? ഇല്ല, ഇത് നീലമാവാ. ഇത് പഴയ മാവായതുകൊണ്ട് ഇതിനെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ. നമ്മൾ കാഴ്ചകൾ കണ്ടിട്ട് പുരയിടത്തിൻ്റെ ഇതൊക്കെ പുതിയ ഗ്രാഫ്റ്റ് ചെയ്ത മാവുകളാണ്. ഇതെല്ലാം ഈ വർഷം മാങ്ങ പിടിച്ചതാണ്. ശരി. ഈ വർഷം പിടിച്ച മാങ്ങകളാണ് ഇതെല്ലാം. നമ്മൾ പുരയിടത്തിൻ്റെ എൻട്രൻസിൽ നിന്ന് നമ്മൾ നടന്ന് വന്നതേ ഉള്ളൂ. വ്യത്യസ്തമായ മാങ്ങകളാണ്. ഇതുണ്ടല്ലോ, ഇതൊരു കമ്പാണ്. ഇതാണ് ബ്ലാക്ക് പ്രിയൂറിന്റെ കമ്പാണ്. വേറെ വ്യത്യസ്തമായ മാങ്ങയാണ്. ശരി. ഇതെല്ലാം പല പല വെറൈറ്റി മാവുകളാണ്. ഓരോ കമ്പും ഓരോ മാങ്ങ പിടിച്ചു വരുന്നു. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തിക്കുന്നത്. ഇത്രയും മാവുകൾ ഉണ്ടെന്നുള്ളത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് ഇന്നാണ്. അതിന് കാരണക്കാരനായത് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് എടത്തുവായിൽപ്പെട്ട കൊഴുപ്പക്കളത്തിൽ ഞങ്ങളൊക്കെ സ്നേഹത്തിൽ ഭാവിച്ചാരെന്ന് വിളിക്കുന്ന ഒരു റിട്ടയേർഡ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥനാണ്. കുടുംബവുമായിട്ട് തന്നെ വളരെ അടുത്ത ഒരു ബന്ധമുണ്ട്. വൈഫ് ടീച്ചർ, അത് നമുക്ക് വളരെയധികം പ്രിയപ്പെട്ട ആൾ കൂടിയാണ്. മക്കളുമായിട്ടൊക്കെ ആണെങ്കിലും വളരെ അടുപ്പമുണ്ട്. ഞാൻ ആയിരുന്നായിരുന്നു. എന്താണെങ്കിലും ഇതുപോലെ ഒരു കാഴ്ച, മനോഹരമായ ഒരു കാഴ്ച, അവസാനിക്കാത്ത കാഴ്ചകൾ സത്യത്തിൽ ഈ വീട്ടിൽ മുഴുവനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. നമുക്ക് മറ്റു ചില കാഴ്ചകളും കൂടി കണ്ടതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ യാത്ര ചെറിയ തോതിൽ അവസാനിപ്പിക്കാം. അടുത്ത സ്ഥലത്തേക്ക് നമുക്കൊന്ന് നീങ്ങാം. ജസ്റ്റ്